वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECTKP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECTKP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി. ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത്. പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല. മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ്. ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. ജൂലൈ മാസം 1-ാം തീയതി ഇടവരാശിയിൽ ശുക്രനും, മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും, കർക്കിടക രാശിയിൽ ബുധനും, ചിങ്ങത്തിൽ കുജൻ, ചന്ദ്രൻ, കേതു എന്നീ ഗ്രഹങ്ങളും, കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള 2.25 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും, അതേപോലെ തന്നെ മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ വ്യാഴത്തിൻ്റെ ദശ, ശനിയുടെ ദശ, ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ സുഖസ്ഥാനസ്ഥിതി സമാധാനവും സന്തോഷവുമൊക്കെ വർദ്ധിപ്പിക്കും. ഏതൊരു പ്രവൃത്തിയായാലും ശരി, യാതൊരുവിധ ആർഭാടവും ഒന്നും കാണിക്കാതെ സത്യസന്ധതയോടുകൂടി മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാത്ത വിധത്തിലൊക്കെ കൈകാര്യം ചെയ്യും. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളൊരു പ്രത്യേക കഴിവൊക്കെ ഇവർക്ക് ഉണ്ടാകും. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഒത്തുവരും. ഈ രാശി ലഗ്നത്തിലുള്ളവർ ഇതുവരെ വീട് കെട്ടാൻ സാധിക്കാതെ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഒന്നിൽ കൂടുതൽ സ്വത്തൊക്കെ വാങ്ങിച്ചേർക്കും. ചിലർക്കൊക്കെ ഒന്നിൽ കൂടുതൽ വീട് കെട്ടാനും കൂടി അനുകൂലമായൊരു സമയം കൂടിയാണ്. പൊതുവെ ഇവർക്ക് മധുര പലഹാരങ്ങളോട് ഇഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ശരീരഭാരം വർദ്ധിക്കും. അതായത് കൊളസ്ട്രോളൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗമാണ് കാണുന്നത്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിന് നല്ല മനസാന്നിധ്യമൊക്കെ ഉള്ളൊരു മാസം തന്നെയാണ്. ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലമായി കാണുന്നില്ല. ധനപരമായ എല്ലാ കാര്യങ്ങളിലും നല്ല പുരോഗതി ഉണ്ടാകും. കയ്യിലുള്ള ധനനിലയൊക്കെ വർദ്ധിപ്പിക്കും. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും. അന്യദേശത്തു നിന്നുള്ള വരുമാനത്തിനുള്ളൊരു യോഗവും കൂടി ഉണ്ട്. തൊഴിൽപരമായിട്ടൊക്കെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനും ഈ മാസം സമയം വളരെ അനുകൂലം തന്നെയാണ്. കയറ്റുമതി ഇറക്കുമതി തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും ഈ മാസം സമയം അനുകൂലമാണ്. വാണിജ്യ വ്യവസായങ്ങളിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില ചെറിയ തടസ്സവും താമസവും ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. അതുമാത്രമല്ല, സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്കും ഈ മാസം സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല. തനിക്ക് കഷ്ടമാണെങ്കിലും ശരി, നഷ്ടമാണെങ്കിലും ശരി, അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല. ഇവരെ വിശ്വസിച്ച് വരുന്നവരെ ഒരിക്കലും ഇവർ കൈവിടുകയുമില്ല. ഇവരെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊന്നും മനസ്സിൽ വയ്ക്കാതെ നടക്കും. കലാജ്ഞാനമൊക്കെ വർദ്ധിക്കും. പ്രണയിതാക്കൾക്ക് പ്രണയം തീവ്രമാകും.
ഷെയർ മാർക്കറ്റിലൊക്കെ താല്പര്യമൊക്കെ വർദ്ധിക്കും. സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും. ഗണിതത്തിലും കലകളിലുമൊക്കെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങൾ സമൂഹ മധ്യത്തിൽ അറിയപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും. ആഡംബര വസ്തുക്കളോടും വാസനദ്രവ്യങ്ങളോടും ഒക്കെ നല്ല പ്രിയമുണ്ടാകും. സ്ത്രീകളോട് വളരെയധികം ബഹുമാനമൊക്കെ തോന്നും. മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും നല്ല ധൈര്യവും വീര്യവും ഒക്കെ ഉണ്ടാകും. വ്യവസായത്തിലൊക്കെ നല്ല ലാഭമുണ്ടാകും. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ച പടിയൊക്കെ നടത്തിയെടുക്കാൻ കഴിയും. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇവർ കാണിക്കുകയില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എപ്പോഴും ധനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ദാനധർമ്മ ചിന്തയും ഇവർക്ക് ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകും. വാക്കുകൾ സംയോജിതമായി ചിന്തിച്ച് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. എല്ലാ കാര്യത്തിലും ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പരിശ്രമങ്ങളിലും വിജയത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാറ്റിനും അടിസ്ഥാനം പരിശ്രമം ആയതുകൊണ്ട് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കണക്കൊന്നും നോക്കുകയില്ല. വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. സഹോദരങ്ങളുമായിട്ടൊക്കെ വിരോധമുണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ട് സ്വത്ത് തർക്കം ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത്. മാതാവിൻ്റെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല. മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് നിയമസഹായം തേടേണ്ടതായിട്ട് കൂടി വരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഒരു യോഗവും കാണുന്നു. വാഹനത്തിനായിട്ടുള്ള പണച്ചിലവുകളും ഉണ്ടാകും. സന്താനങ്ങളുടെ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. സന്താനങ്ങൾക്ക് ജോലി നിമിത്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു യോഗം കൂടി കാണുന്നു. അതേപോലെ സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. പിന്നെ കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല. കടമൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് കൊടുത്ത കടം തിരിച്ചു കിട്ടാനുള്ള സമയം കൂടിയാണ്. ഈ രാശി ലഗ്നക്കാരുടെ ആരോഗ്യനില അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല. വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ, അസിഡിറ്റി, കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്. കൂടാതെ കഴുത്ത് വേദന കൂടി ഉണ്ടാകാൻ ഇടയുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം വിവാഹം നടക്കും. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറയും. കമ്മ്യൂണിക്കേഷൻ മൂലം അപ്രതീക്ഷിതമായ ധനവരവിനുള്ള ഒരു യോഗം കൂടി കാണുന്നു. കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം തുണയായിട്ടുള്ള ഒരു മാസം തന്നെയാണ്. അതായത് ദ്വിതീയ ഭാഗ്യാധിപനായ കുജൻ 9ാം ഭാവത്തിന് ദിഗ്ബലത്തോടുകൂടി നിൽക്കുന്നത് വളരെയധികം തൊഴിൽപരമായ ഗുണങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, കർമ്മസ്ഥാനാധിപതിയായ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതും കർമ്മമേഖലയിൽ ഉയർച്ചകൾക്ക് സഹായിക്കും. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും. മരുമക്കൾ സ്നേഹത്തോടു കൂടിയൊക്കെ പഴകും. സംഘക്കൂട്ടങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലുള്ള പ്രവർത്തനം കുറയും. അയൽനാടുകളുമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢമാകും. വിദേശ വസ്തുക്കളോട് പ്രേമമുണ്ടാകും. പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. അതായത് രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയുമെന്ന് പറയാം. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.